ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ചിക്കൻ ബ്രെഡ് കേക്കാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ബോൺലെസ് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം ബോൺലെസ് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വേവാൻ പാകത്തിലുള്ള വെള്ളവും ഒഴിച്ചെടുത്ത് ഇതൊന്ന് ഇനി വേവിച്ചെടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇവ ചേർത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇവിടെ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ ഇവിടെ വേവായിട്ടുണ്ട്. ഇനി ചിക്കൻ പീസുകളൊന്ന് പൊടിച്ചെടുക്കണം. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ പീസുകൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മല്ലിയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ചേർത്ത് പേസ്റ്റ് ആക്കിയത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടിച്ചു വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചെടുത്ത ചിക്കനും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 മുട്ട കൂടുതൽ വേണം. 3 മുട്ടയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി കേക്കിന് ആവശ്യമായ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ അരികെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ ഓരോന്നായി മുക്കിയെടുത്ത് ഇനി പാനിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. പാനിൻ്റെ താഴ്ഭാഗം മുഴുവനായും കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡുകളെല്ലാം വെച്ച് കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഇത് ബ്രെഡിന് മുകളിലായി എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കണം. ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിന് മുകളിലായി വീണ്ടും ബ്രെഡ് സ്ലൈസുകൾ എടുത്ത് മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ മുക്കിയെടുത്ത് ഓരോന്നായി ഇനി ഈ മസാല ഫുൾ കവർ ചെയ്യണം. ഇതെല്ലാം ബ്രെഡുകളെല്ലാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ വെക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ സൈഡിലായി ഗീ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് വേഗം വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. 15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കി ഇതിൻ്റെ അരികെല്ലാം വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് ഇവിടെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. നമ്മുടെ ചിക്കൻ ബ്രെഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബ്രെഡ് കേക്ക് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.